നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലും ഞാൻ രാവിലെ എണീറ്റ് ഫുഡ് ഒരു ബ്രെഡ് കഴിച്ച് പിന്നെ ഞാൻ എൻ്റെ ക്ലീൻ ചെയ്തിട്ട് കൂടെയാണ് കേട്ടോ അടുക്കളയും ഹോളും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ നല്ല മത്തി ഫ്രൈയും പിന്നെ സാമ്പാറാണ് കേട്ടോ. മത്തി ഫ്രൈ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മത്തിയല്ല, അതുപോലത്തെ ഏതൊരു വകഭേദത്തിൽ വരുന്നൊരു മീനാണ് കേട്ടോ. കുക്കിങ്ങും കഴിഞ്ഞു, കുളിക്കലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാകുന്ന ഒരു ഫിഷ് ഫ്രൈ. അതെ, നമുക്ക് മീൻ വറുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും സാമ്പാറും ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാൽ വീഡിയോ എടുക്കാൻ മറന്നു പോകുക, കാരണം നമുക്ക് യൂസ്ഡ് അല്ലല്ലോ. എന്തായാലും എനിക്കിവിടെ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട് ഫേസിൽ. അവിടെ ഇവിടെ ഒക്കെ വേറെ കളർ സ്പോട്ടിട്ടുള്ള ഉണ്ടോ, വേറെ കളർ പിഗ്മെൻറ്റേഷൻ തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കാണിച്ചു തരാം കേട്ടോ. നല്ല ഹെൽത്തി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിനിമ വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. നിങ്ങൾ ബാക്കിയുള്ളതൊന്നും നോക്കണ്ട, കാരണം ബാക്കിയൊക്കെ ഹതാ ഹുവായിട്ടാണ് കിടക്കുന്നത്. ഇത് എന്താണെന്നറിയോ, എൻ്റെ ഡ്രസ്സ് ഞാൻ പുറത്താഴക്കിയത് കൊണ്ടിട്ടത് കാണാനില്ല. അപ്പോൾ ഞാനും എൻ്റെ ഡ്രസ്സ് കാണാനില്ല, കണ്ടു കിട്ടുന്നവർ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഏരിയയിൽ കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് ദയനീയമായി എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ്. ഇതിനെ അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. കച്ചറ ഹുവാ റൂമാണ്. നമ്മളെന്തായാലും ഫുഡ് കഴിക്കുക, സിനിമ കാണുക, പിന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്ട് കേട്ടോ. കാരണം ഇനി അവിടെ കൊണ്ടുവിട്ടിട്ട് എൻ്റെ ഡ്രസ്സ് ആകെ ഇത്തിരി കുറച്ച് ഡ്രസ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൻ്റെ പകുതി ഇപ്പം അങ്ങോട്ട് പോയി. ഇനിയുള്ള 3-4 കൂടി എനിക്ക് സുരക്ഷിതമായിട്ട് എൻ്റെ റൂമിലുള്ള ഒരു ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ റൂമിലാണ് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഴക്കെ പോലത്തെ സംഭവം അത്. അപ്പോൾ അത് വാങ്ങിക്കാൻ നമുക്ക്, അത് മെയിനാണ്. ഞാൻ ആദ്യം പബ്ലിക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല കൊണ്ടിട്ടായിരുന്നു. അത് ഇങ്ങനെ പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഡ്രസ്സ് പോകുന്നു. അപ്പോൾ എന്തായാലും ആ സാധനം വാങ്ങിക്കണം. പിന്നെ കുറച്ച് ചില ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇവൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ യോഗ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടിയായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ഇന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ പോകട്ടെ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ നോക്കാം. ഇവിടെ കൂടുതൽ നമുക്ക് പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഭയങ്കര ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിനും പബ്ലിക്കലി വീഡിയോസിൽ വരാൻ താല്പര്യമില്ല. അവർ ഭയങ്കര പ്രൈവറ്റ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ അവർ പറയുന്നത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. മീൻസ് ഈ പബ്ലിക്കലി പ്രൊഫൈൽ ഇതാക്കുന്നത്. അപ്പോൾ അവിടെ മെജോറിറ്റി ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം പോലും ഇല്ല കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മളെന്തായാലും ആൾക്കാരുടെ മുഖമൊന്നും പെടാതെ നമുക്ക് വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവൻറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അവിടെ ആകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവരുടെ ഇടയിൽ ഫോൺ ആർക്കും താല്പര്യമില്ല ഫോണിൽ വരാനും. വീഡിയോന് ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ സാധനം വാങ്ങിച്ച് വീട്ടിൽ വന്നു.